രാജേന്ദ്ര അർലേക്കറാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പുതിയ ഗവർണറെന്ന് സംസ്ഥാന സർക്കാരും CPM മന്ത്രിമാരും ഒരല്പ നിമിഷത്തേക്കെങ്കിലും മറന്നുപോയി എന്ന് വേണം കരുതാൻ. വിഷയം ഇതാണ്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം കൃഷി വകുപ്പ് മന്ത്രി ബഹിഷ്കരിച്ചു. അതോടെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. ആഘോഷം RSS വൽക്കരിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്നാണ് മന്ത്രിയുടെയും പാർട്ടിയുടെയും ന്യായം. ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ വേദിയിൽ ഉണ്ടായിരുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം കണ്ടപ്പോൾ അത് RSSൻ്റെ കാവ്യക്കൊടി പിടിച്ച ഭാരതമാതാവിൻ്റെ ചിത്രമാണോ എന്ന് P. പ്രസാദ് മന്ത്രിക്ക് തോന്നിയ തോന്നലിനെ തുടർന്നാണ് ഈ പ്രതിഷേധമുയർത്തിയത്, ബഹിഷ്കരിച്ചത് എന്നാണ് ന്യായീകരണം. പക്ഷേ രാജ്ഭവൻ ഈ ഇറങ്ങിപ്പോക്ക് അത്ര ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവനും. ഭരണഘടനാ പദവിയാണ് ഗവർണറുടേത്. അവിടെ നിന്നും ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുക എന്നത് രാജ്ഭവനോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനയോട് തന്നെയുള്ള ഒരു പ്രതിഷേധവും എതിർപ്പുമൊക്കെയാണെന്ന് വ്യക്തം. പൊതുവെ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമല്ല രാജ്ഭവൻ ഉപയോഗിച്ചതെന്ന P. പ്രസാദിൻ്റെയും തൊട്ടു പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെയും കണ്ടെത്തൽ വന്നിട്ടുണ്ട്. P. പ്രസാദിനെ ക്ഷണിച്ചത് ഓർക്കണം, കേരളത്തിൻ്റെ രാജ്ഭവനിലേക്കാണ്, അല്ലാതെ BJPയുടെയോ RSSൻ്റെയോ പാർട്ടി ഓഫീസിലേക്കല്ല. ഭാരതം ഭരിക്കുന്ന സർക്കാരിൻ്റെ മുകളിലുള്ള രാഷ്ട്രപതിയുടെ പ്രതിപുരുഷനായ കേരള ഗവർണറുടെ ഓഫീസാണത്. അവിടെ സ്ഥിരമായി ഭാരതമാതാവിൻ്റെയും രാഷ്ട്രപിതാവിൻ്റെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും മുൻ ഗവർണർമാരുടെയും മുൻ രാഷ്ട്രപതിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ അതിൻ്റേതായ ആദരവോടെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും വച്ചിട്ടുണ്ട്. ഇനി ഇത് ഭാരതമാതാവല്ലെന്നും ഇത് RSS ഉപയോഗിക്കുന്ന കൊടി പിടിച്ച ഭാരതമാതാവാണെന്നും മന്ത്രിക്ക് തോന്നിയാൽ അത് മാറ്റിക്കൊടുക്കണമെന്ന് എന്തെങ്കിലും നിയമമോ പ്രോട്ടോക്കോളോ ഈ രാജ്ഭവനിലുണ്ടോ എന്നറിയില്ല. ഇനി CPIയുടെ മന്ത്രിമാർക്ക് സംസ്ഥാനത്തെ ഔദ്യോഗിക മന്ദിരങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും പ്രത്യേക പ്രോട്ടോക്കോൾ ഉണ്ടോ അതും അറിയില്ല. ഒരു വീട്ടിലേക്കൊരു സംസ്ഥാന വകുപ്പിൻ്റെ മന്ത്രി സന്ദർശനത്തിനെത്തിയാൽ ആദ്യം പറയുമോ ആ വീട്ടിലുള്ള തനിക്കിഷ്ടമില്ലാത്ത ചിത്രങ്ങളെല്ലാം എടുത്ത് മാറ്റണമെന്ന്? ഇത് രാജ്ഭവനാണെന്ന് കൃഷിമന്ത്രി CPM മന്ത്രി P. പ്രസാദ് ഒന്ന് ഓർക്കണമായിരുന്നു. മന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടാണ് P. പ്രസാദ് രാജ്ഭവനിൽ കാലെടുത്ത് വയ്ക്കുന്നത്. അതിൻ്റെ കുഴപ്പമാണ്. സംസ്ഥാനത്തെ ജനം ഏറ്റവും കുറച്ച് വേദികളിൽ കാണുന്ന മന്ത്രിയാണ് P. പ്രസാദ്. ഒരിടത്തേക്കും ഇറങ്ങാറില്ലെന്നത് വ്യക്തം. കഴിഞ്ഞ 4 വർഷമായി മന്ത്രി ഒരിടത്തും കാണാറില്ലെന്നാണ് ജനത്തിൻ്റെ പരാതി. ഇങ്ങനല്ലായിരുന്നു ഒന്നാം പിണറായി സർക്കാരിലെ CPIയുടെ മന്ത്രിമാരെന്ന് വരെ ജനം പറഞ്ഞു നോക്കി. ഇതാണ് കാര്യം. ചെല്ലുന്നിടമൊന്നും പിടിക്കില്ല. പേരിൽ മാത്രമേ പ്രസാദമുള്ളൂ, പ്രവൃത്തിയിലെല്ലാം കാവി പേടിയാണ്. RSS ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ തന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് താൻ കട്ടായം പിടിച്ചു എന്നാണ് കൃഷിമന്ത്രി പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൃഷിമന്ത്രി P. പ്രസാദ് വിസമ്മതിച്ച് വേദിയിൽ നിന്ന് ചിത്രം മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം ഗവർണർ തള്ളുകയായിരുന്നത്രേ. പൊതുവെ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമല്ല ഇത്, രാജ്ഭവനിൽ തങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് മന്ത്രി P. പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സാധാരണ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമാണെങ്കിൽ എതിർപ്പില്ലെന്ന് CPM മന്ത്രിമാർക്ക്. പക്ഷേ RSS ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം എങ്ങനെ സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കാനാകുമെന്ന ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടി രാജ്ഭവനിൽ തന്നെയുണ്ട്. വന്ന് നിന്നത് ഭാരത സർക്കാരിൻ്റെ പ്രതിനിധിയായ രാജ്ഭവൻ ഗവർണറുടെ ഓഫീസായ കേരള രാജ്ഭവനിലേക്കാണെന്ന് തന്നെ. ചിത്രം ഒഴിവാക്കാനാകില്ലെന്ന് ഗവർണർ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അതാണ് രാജേന്ദ്ര അർലേക്കർ. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെയാണ്. പല സംസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ ചൂടറിഞ്ഞതാണ്. ഇതോടെയാണ് രാജ്ഭവനിൽ നിന്നും കൃഷി വകുപ്പിൻ്റെ ആ കനത്ത പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് താൻ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നൊരു മുൻകൂർ ജാമ്യവും പ്രസാദ് എടുത്തിട്ടുണ്ട്. കാവിക്കൊടി പിടിച്ച ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ തന്നെ നിർബന്ധിച്ചെന്നാണ് ഇപ്പോൾ P. പ്രസാദ് കരഞ്ഞു പറയുന്നത്. എന്നാൽ സർക്കാർ പരിപാടിയിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മറ്റൊരു ന്യായവും പ്രസാദ് പറയുന്നുണ്ട്. അപ്പോൾ പ്രസാദിനാണോ ഭയം, സർക്കാർ പരിപാടി ആയതിനാലാണോ ഭയം? എന്തായാലും ചെന്നിറങ്ങിയത് കേരളത്തിൻ്റെ രാജ്ഭവനിലായിപ്പോയി. അതുകൊണ്ടാണ് രാജേന്ദ്ര അർലേക്കറുടെ മർക്കട മുഷ്ടിക്ക് മുന്നിൽ P. പ്രസാദിന് ആ ചടങ്ങ് തന്നെ ബഹിഷ്കരിക്കേണ്ടി വന്നതും. ഗവർണർക്ക് നേരെയും രാജ്ഭവന് നേരെയുമൊക്കെ കടുംപിടുത്തം പിടിക്കാൻ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും മന്ത്രിമാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള കർശനമായൊരു
ഡോസ് കൂടിയാണ് രാജ്ഭവൻ്റെ ഈ നീക്കവും.